मेरे साथ बोलिए, भारत माता की जय। अरे भाई, इतनी बड़ी प्रचंड विजय हुई है, ऐसी आवाज नहीं चलेगी। ഇത്രയും വലിയ വിജയത്തിന് ഈ ശബ്ദം പോരാ, ഇതിലും ഉറക്കെ मेरे साथ दोनों हाथ उठाइए जरा, ऊपर नीचे सभी जगह पे। എല്ലാവരും മുകളിലും താഴെയും ഇരിക്കുന്ന എല്ലാവരും രണ്ട് കൈകളും ഉയർത്തുക. विकसित केरलम के संकल्प की मुट्ठी बींचिए വികസിത കേരളം എന്ന സങ്കല്പം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് और प्रचंड आवाज से बोलिए, ഉജ്ജ്വലമായ भारत माता की ജയ് वंदे മാതരം वंदे। മാതരം. आज के इस समारोह में मेरे साथ मंच पर उपस्थित केरल भारतीय जनता पार्टी के अध्यक्ष श्रीमान राजीव चंद्रशेखर जी, मोदी जी की मंत्रिपरिषद में मेरे साथी श्री जॉर्ज कुरियन जी, मेरे मित्र और भाजपा के वरिष्ठ नेता केरल के प्रभारी श्रीमान प्रकाश जावड़ेकर जी, श्री सी सदानंद मास्टर जी, मेंबर राज्यसभा, श्री पी के कृष्णदास जी, श्री वी मुरलीधरन जी, कुंभणम राजशेखरन जी, के सुरेंद्रन जी, सी के पद्मनाभ जी, श्री ए पी अब्दुल्ला कुट्टी जी, श्री एम टी रमेश जी, बहन शोभा सुरेंद्रन जी, एम सुरेश जी, अनूप एंटोनी जोसेफ जी, और आज जिन्होंने देश भर के कार्यकर्ताओं को बहुत खुश किया है, ऐसे विजय के शिल्पी हमारे सभी केरल के कार्यकर्ताओं को मेरा प्रणाम। വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി, नाम स्किप कर जाइए, नाम വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും കേരളത്തിലെ ഉജ്ജ്വലമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ച കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സാദര നമസ്കാരം. सबसे पहले केरल की इस महान भूमि को, दिव्य भूमि को प्रणाम कर कर मेरी बात की शुरुआत करता हूं। കേരളത്തിലെ ഈ പവിത്രമായ ഭൂമിയെ വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. मैं यहां आया हूं तब श्री नारायण गुरु, महात्मा अय्यनकाली, पंडित करूपन जगत गुरु और आदि शंकराचार्य को प्रणाम कर कर मेरी बात की शुरुआत करता हूं। കേരളത്തിലെ നാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യൻകാളി, പണ്ഡിറ്റ് കറുപ്പൻ, ജഗദ്ഗുരു, ആദി ശങ്കരാചാര്യർ തുടങ്ങിയ മഹത്തുക്കൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. वैसे तो मैं आज आया हूं स्वामी पद्मनाभ का आभार जताने के लिए। ഞാൻ വന്നപ്പോൾ ശ്രീ പത്മനാഭ സ്വാമിയെ വണങ്ങിയിട്ടാണ്, ഇവിടേക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. क्योंकि मैं तय कर कर गया था कि त्रिवेंद्रम म्युनिसिपल कॉरपोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा। ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഉണ്ടാകുകയാണെങ്കിൽ പത്മനാഭനെ എത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഞാൻ നടത്തിയിട്ടുണ്ട്. मगर आज आप सबका प्रदेश भर के हमारे विजेता कार्यकर्ताओं का यहां सम्मेलन रख दिया गया है, तो आप लोगों के भी दर्शन हो गए। ഇന്ന് ഈ മഹത്തായ വിജയത്തിന് കാരണക്കാരായ ഈ നാട്ടിലെ എല്ലാ സഹപ്രവർത്തകരെയും കൂടി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. मैं आज आप सभी को देश के प्रधानमंत्री जी, भाजपा के राष्ट्रीय अध्यक्ष और देश भर के करोड़ों भारतीय जनता पार्टी के कार्यकर्ताओं की ओर से बहुत बहुत अभिनंदन देना चाहता हूं। ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെയും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാദര നമസ്കാരം അർപ്പിക്കുന്നു. क्योंकि मैं तो जानता था, आप सब भी जानते थे कि हमारा रास्ता सरल नहीं है।
നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പാത ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന്. केरल में कमल खिलाना ये सरल नहीं है. കേരളത്തിൽ താമര വിരിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. न हमारे पास सत्ता थी न ताकत थी. നമ്മുടെ കയ്യിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല. हमारे पास था तो आइडियोलॉजी को समर्पित कार्यकर्ताओं की पूंजी हमारे पास थी. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആദർശത്തിൽ അധിഷ്ഠിതമായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമർപ്പണം മാത്രമാണ്. हमारा विश्वास तोड़ने का, हमारा आत्मविश्वास तोड़ने का ढेर सारे प्रयास किए गए. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, ആത്മവിശ്വാസത്തെ തകർക്കാൻ നിരവധി പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. परंतु इसके सामने केरल का मेरा कार्यकर्ता चट्टान की तरह खड़ा रहा और विजय प्राप्त कर रहा. പക്ഷേ കേരളത്തിലെ എന്റെ സഹപ്രവർത്തകർ ഇതിനെയെല്ലാം പാറ പോലെ ഉറച്ചു നിന്ന് നേരിട്ട് വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. इसलिए इस हॉल में बैठे हुए सभी लोगों से मेरी विनती है कि केरल भर के बूथ तक फैले हुए सभी कार्यकर्ताओं के लिए एक बार जोर से ताली बजाकर उनका स्वागत करिए. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കേരളത്തിൽ നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച എല്ലാവർക്കും വേണ്ടി ഉച്ചത്തിലൊരു കയ്യടി കൊടുത്ത് നമുക്ക് തുടങ്ങാം. मित्रों, ये विजय हमारा लक्ष्य नहीं है. സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ വിജയം മാത്രമല്ല. लक्ष्य तक पहुंचने का एक पड़ाव है. നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना. നമ്മുടെ ലക്ഷ്യം താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നതാണ്. हमारा लक्ष्य है केरल को पूर्ण विकसित बनाना. നമ്മുടെ ലക്ഷ്യം കേരളത്തെ സമ്പൂർണ്ണമായി വികസിപ്പിക്കുക എന്നതാണ്. केरल को देश विरोधी ताकतों से सुरक्षित करना. ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ്. और केरल के अंदर जो सदियों से आस्था की ताकत है, वो आस्था की ताकत की भी रक्षा करना. കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വിശ്വാസത്തെ സംരക്ഷിച്ച് എല്ലാവർക്കും വിശ്വാസം ഉറപ്പുവരുത്തുക എന്നതാണ്. और ये तीनों काम हम सब जानते हैं. अब केरल की जनता भी मानती है कि तीनों काम यूडीएफ और एलडीएफ नहीं कर सकते हैं. केवल नरेंद्र मोदी जी के नेतृत्व में एनडीए ही ये काम कर सकता है. നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കാൻ എൽഡിഎഫിനോ യുഡിഎഫിനോ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നേടിത്തരാൻ സാധിക്കുകയുള്ളൂ. नरेंद्र मोदी जी ने देश के सामने 2047 तक 2047 तक इस देश को विकसित भारत बनाने का स्वप्न रखा है. 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. मैं आज केरल की जनता को कहने आया हूं, विकसित भारत का रास्ता विकसित केरलम होकर ही जाता है. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വികസിത ഭാരതം എന്ന ലക്ഷ്യം വികസിത കേരളത്തിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. एलडीएफ और यूडीएफ के मैच फिक्सिंग ने अपार संभावनाओं वाले इस राज्य को स्थगित कर रख लिया है. अजीब प्रकार की स्टैग्नेंसी का अनुभव हमारा केरल कर रहा है. എൽഡിഎഫും യുഡിഎഫിന്റെയും തമ്മിലുള്ള പരസ്പരമായ സഹകരണം മാച്ച് ഫിക്സിംഗ് മൂലം കേരളത്തിന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. हमारे दोनों विरोधी ग्रुप, दोनों विरोधी गठबंधन एक गठबंधन जरूर आपस में करे हैं. हम आए तो हम भ्रष्टाचार करें, आप आओ तब आप करो, एक दूसरे को हम कभी नहीं पकड़ेंगे. നമ്മുടെ രണ്ട് എതിരാളികളാണ് എൽഡിഎഫും യുഡിഎഫും. അവർ രണ്ടുപേരും അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറയും, പക്ഷേ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നടത്തിയ അഴിമതിയെ ഞങ്ങൾ തൊടില്ല എന്നാണ് അവർ ഇത്രകാലവും ഇവിടെ നടപ്പാക്കിയത്. मगर मैं आज इस कार्यकर्ता सम्मेलन के माध्यम से केरल की जनता को अपील करने आया हूं, केरल के भविष्य का रास्ता
चाहे विकास का हो, चाहे सुरक्षा का हो, चाहे आस्थाओं के संरक्षण का हो, वो रास्ता यूडीएफ एलडीएफ से नहीं जा सकता। ഈ സമ്മേളനത്തിലൂടെ കേരളത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ഭാവി അത് വികസനമായിക്കൊള്ളട്ടെ, സുരക്ഷിതത്വമായിക്കോട്ടെ, വിശ്വാസ സംരക്ഷണമാകട്ടെ, അത് മൂന്നും നൽകാൻ LDF-നും UDF-നും സാധിക്കില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. यूडीएफ और एलडीएफ न हमारी आस्थाओं को सुरक्षित रख सकते हैं, न केरल को सुरक्षित रख सकते हैं, न केरल को विकसित बना सकते हैं. UDF-നോ LDF-നോ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. और मैं आज केरल की जनता को बताने आया हूं कि पूरी दुनिया में कम्युनिस्ट पार्टियां खत्म हो गई. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. और पूरे देश में कांग्रेस खत्म हो रही. രാജ്യം മുഴുവൻ കോൺഗ്രസും അവസാനിച്ചിരിക്കുന്നു. अब केरल के विकास का रास्ता नरेंद्र मोदी जी के नेतृत्व में एनडीए में ही है. ഇനി കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള പാത നരേന്ദ്രമോദി തെളിയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. जरूरत है स्पष्ट विजन के साथ केरल की जनता के पास विनम्रता के साथ जाने की. ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങളെ നമ്മൾ വിനയത്തോടു കൂടി സമീപിക്കണം. हमें केरल की जनता जन समर्थन दे रही है, हमारा समर्थन बढ़ भी रहा है. നമുക്ക് കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി നമ്മുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും കൂടുകയാണ്. 2014 में हमें 11% वोट मिला, 11% वोट मिला. 2014 നമുക്ക് 11% വോട്ട് കിട്ടി. 19 में हमें 16% वोट मिला. 2019 16% അത് ഉയർന്നു. और 24 में हमें 20% वोट मिला. 2024 അത് 20% अब 20 से 30 और 30 से 40 का रास्ता इतना लंबा नहीं होगा. 2026 में ही हम इसको सिद्ध करेंगे. 20 നിന്ന് 30ലേക്കും 30 നിന്ന് 40ലേക്കുമുള്ള നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് അതിവിദൂരമല്ല, അത് 2026 തന്നെ സംഭവിക്കും. और ये हमने देश भर में कर कर बताया है. ये हमने देश भर में सिद्ध कर कर अचीव कर कर बताया है. നമ്മൾ രാജ്യത്തെ മുഴുവൻ സീറ്റ് നേടിക്കൊണ്ട് ഭരണം നേടിക്കൊണ്ട് നാം പറഞ്ഞു. 1984 में भाजपा की सिर्फ लोकसभा में 2 सीट थी. 1984 നമുക്ക് ലോകസഭയിൽ 2 സീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. और आज 24 में तीसरी बार नरेंद्र मोदी प्रधानमंत्री बने हैं. तीसरी बार बने. 2024 മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. आसाम में हमारी 2 असेंबली सीटें थी. അസാമിൽ നമുക്ക് 2 അസംബ്ലി സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. आज आसाम में हम 2 बार सरकार बनाकर तीसरी बार सरकार बनाने जा रहे हैं. ഇന്ന് അതേ ആസാമിൽ നാം തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയിട്ട് മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ്. मणिपुर में हमारी एक भी सीट नहीं थी. മണിപ്പൂരിൽ നമുക്ക് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. हमने 2 बार सरकार बनाई. 2 തവണ നാം അവിടെ സർക്കാർ ഉണ്ടാക്കി. त्रिपुरा में हमारी एक भी सीट नहीं थी. त्रिपुरा हमने 2 बार त्रिपुरा में सरकार बनाई है. ത്രിപുരയിലും നമുക്ക് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല, പക്ഷേ തുടർച്ചയായി 2 തവണ ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലെത്തി. और उत्तर प्रदेश में हमारे पास 400 में से सिर्फ 25 सीटें थी. वहां पर हमने 2 बार सरकार बनाने का काम किया है. ഉത്തർപ്രദേശിലും നമുക്ക് 400 out of 425 seats. 400 സീറ്റ് ഉണ്ടായിരുന്നതിൽ 25 മാത്രമാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അവിടെ വീണ്ടും നാം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയിരിക്കുന്നു. और मित्रों, अब बारी केरल की है. इस बार केरल में निश्चित रूप से भारतीय जनता पार्टी का मुख्यमंत्री बना. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ 2024 ഇത്തവണ തീർച്ചയായും നാം കേരളത്തിലും അധികാരത്തിലെത്തും. केरल में ये बदलाव सिर्फ शहर तक सीमित नहीं है. കേരളത്തിലെ ഈ മാറ്റം अर्बन एरिया तक सीमित नहीं. കേരളത്തിലെ ഈ മാറ്റം നഗരപ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു മാറ്റമല്ല. हमने
30 ग्राम पंचायतें जीती है, നാം 30 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 म्यूनिसिपालिटी जीती है 2 മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. और तिरुवनंतपुरम में हमारा मेयर आज त्रिवेंद्रम की सेवा कर रहा है. തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം നമ്മുടെ മേയറിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 79 इकाइयों में हम सेकंड प्लेस पर रहे हैं 79 വാർഡുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और 79 പഞ്ചായത്തുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और आज त्रिवेंद्रम में हम भाजपा का मेयर देख रहे हैं, कल केरल में भाजपा का मुख्यमंत्री देखने का समय है. ഇന്ന് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറിനെ നാം കാണുന്നു. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയാണ് നാം കാണാൻ പോകുന്നത്. ये जो यात्रा है विजय की, ഇത് വിജയത്തിന്റെ യാത്രയാണ്. वो हमारे सैकड़ों कार्यकर्ता जिन्होंने अपना सर्वस्व बलिदान किया, इनके बलिदान के बल पर ये भारतीय जनता पार्टी का विजय संभव हुआ है. ഇത് നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി കൂടി ഉണ്ടായ വിജയമാണ്. हमारे हजारों कार्यकर्ता ने अन्यायी शासन के जुर्म से महीनों सालों जेल में गुजारे हैं. इनके और इनके परिवारों के बलिदान पर ये विजय आज हमें प्राप्त हो रही है. നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ മാസങ്ങളും വർഷങ്ങളും അനധികൃതമായി തടവിൽ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെയും കൂടി ഫലമാണ് നാം ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം. आज मैं बड़ी विनम्रता के साथ भारतीय जनता पार्टी की ओर से हमारे विजय को वो बलिदानी कार्यकर्ता और सैकड़ों वो कार्यकर्ता जिन्होंने जेल काटी है, उनके परिवारजनों को समर्पित करना चाहता हूं. ഈ വിജയം കേരളത്തിലെ നൂറുകണക്കിന് ബലിദാനികളുടെയും ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെയും അവരുടെ കുടുംബത്തിനും ഞാൻ വിനയത്തോടുകൂടി സമർപ്പിക്കുകയാണ്. मित्रों, केरल के विकास इस तरह से एक मार्गी नहीं हो सकता. കേരളത്തിന്റെ വികസനം ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ പോയാൽ പോരാ. केरल का विकास संतुलित होना चाहिए, बैलेंस होना चाहिए. കേരളത്തിന്റെ വികസനം എന്നുള്ളത് സന്തുലിതമായ വികസനമാകേണ്ടതുണ്ട്. एलडीएफ यूडीएफ की सरकार केरल के हमारे भाई बहन जो विदेश में काम करते हैं, उनके भेजे गए पैसों से संतुष्टि प्राप्त करते हैं. ഈ LDF-ന്റെയും UDF-ന്റെയും ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുള്ള ചെറുപ്പക്കാർ അയക്കുന്ന പണം കൊണ്ടാണ് കേരളത്തിന്റെ പല കുടുംബങ്ങളും ഇന്ന് സന്തോഷത്തോടു കൂടി കഴിയുന്നത്. हमारे भाई जो विदेश में काम कर रहे हैं और यहाँ पैसा भेज रहे, इसका मैं स्वागत करता हूं, उनके परिश्रम का भी स्वागत करता हूं. കേരളത്തിലെ സഹോദരങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് പണം അയക്കുന്നുണ്ട്. അതിനെ നാം സ്വാഗതം ചെയ്യുന്നു, അവരുടെ കഷ്ടപ്പാടിനെ അംഗീകരിക്കുന്നു. परंतु मैं एलडीएफ यूडीएफ को पूछना चाहता हूं, എങ്കിലും ഞാൻ LDF-നോടും UDF-നോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, जिनके परिवार में से कोई विदेश से पैसा भेजने वाला नहीं है, इसकी चिंता करने की केरल की सरकार की जिम्मेदारी है या नहीं है? ഈ ഏതെങ്കിലും കുടുംബങ്ങളിലേക്ക് വിദേശത്തിന്റെ പണം വന്നിട്ടില്ല എങ്കിൽ അത് वो लाखों करोड़ों लोग गरीब हैं, उनकी जीवन में सुधार लाने की जिम्मेदारी किसकी है? അവരുടെ ജീവിതത്തിലെ നന്മ കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. आज मैं केरल की जनता को कहने आया हूं, जहां जहां भारतीय जनता पार्टी का शासन आया, एनडीए का शासन आया, जहां चाहे बिहार हो, यूपी हो, मध्य प्रदेश हो, छत्तीसगढ़ हो या राजस्थान, ये बीमारू राज्यों को भारतीय जनता पार्टी और एनडीए ने विकसित राज्य बनाया है. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ബീമാരി സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ബീഹാർ ആയാലും ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെയെല്ലാം വികസനം ഉണ്ടായത്. हमारे नेता और देश के प्रधानमंत्री नरेंद्र मोदी जी ने एक बैलेंस डेवलपमेंट मॉडल दुनिया के सामने रखा है. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജി ലോകത്തിന് മുൻപിൽ ഒരു സന്തുലിതമായ വികസന മാതൃകയാണ് അവതരിപ്പിച്ചത്. जिस मॉडल के अंदर भारत के अर्थतंत्र को प्रगति से आगे ले जाना तो शामिल है ही,
ആ മാതൃക ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർവാധികം ശക്തിയോടെ മുൻപോട്ടേക്ക് കൊണ്ടുപോയി. उस मॉडल के अंदर देश के इंफ्रास्ट्रक्चर को वर्ल्ड क्लास बनाना शामिल है ही. ആ മാതൃക കൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല ലോക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. उस मॉडल में देश को मैन्युफैक्चरिंग का हब बनाना शामिल है ही. ആ മാതൃക മൂലം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. स्टार्टअप, पेटेंट रजिस्ट्रेशन और इनोवेशन तीनों के लिए बहुत बड़ा प्लेटफॉर्म हमारे मॉडल ने देश के युवाओं को उपलब्ध कराया है. സ്റ്റാർട്ടപ്പിന്റെ മേഖലയിലും പേറ്റന്റുകൾ കരസ്ഥമാക്കുന്ന മേഖലയിലായാലും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലായാലും ഈ മാതൃക കൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി, കൂടുതൽ വികസനത്തിലേക്ക് എത്തി. परंतु साथ में देश के 60 करोड़ गरीबों में से 27 करोड़ गरीबों को गरीबी रेखा के बाहर भी हमने निकाला है. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 37 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ മോചിപ്പിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ചു. देश के 60 करोड़ गरीबों को घर में बिजली, गैस का सिलेंडर, पानी का कनेक्शन, प्रति व्यक्ति प्रति माह 5 किलो अनाज और 5 लाख तक का मुफ्त इलाज देकर नरेंद्र मोदी जी ने 60 करोड़ गरीबों के जीवन में उजाला लाने का काम किया है. ഈ രാജ്യത്തെ 80 കോടി സാധാരണ മനുഷ്യർക്ക് സൗജന്യമായി വീടുകൾ എത്തിച്ച്, വൈദ്യുതി കൊടുത്ത്, ഗ്യാസ് കണക്ഷൻ കൊടുത്ത്, കുടിവെള്ളം എത്തിച്ച്, 5 കിലോ വീതം സൗജന്യമായി റേഷൻ നൽകി, 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഈ രാജ്യത്തെ 80 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെ നരേന്ദ്രമോദി സർക്കാർ പ്രകാശപൂർണമാക്കി. केरल को भी चाहिए कि रेमिटेंस आधारित एक मार्गी विकास की कल्पना छोड़कर केरल के हर नागरिक के विकास का प्लानिंग करने की. കേരളത്തിലും നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിന്റെ അല്ലെങ്കിൽ ബാങ്കിംഗ് മൂലമുണ്ടായ വികസനത്തിന് അപ്പുറത്തേക്ക് സമഗ്രമായ ഒരു വികസനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മണി ഓർഡർ ഇക്കോണമിയിൽ നിന്നും കേരളം മുന്നേറേണ്ടതുണ്ട്. और वो ही कल्पना है विकसित केरलम की, जिसमें हर केरल के नागरिक का विकास समाहित है. ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഈ സംസ്ഥാനത്തെ ഓരോ ജനങ്ങളുടെയും വികസനമാണ് ഉറപ്പുവരുത്തുന്നത്. मित्रों, मुझे बताइए, एलडीएफ और यूडीएफ, पीएफआई, जमाते इस्लामी और अब बढ़ती हुई एसडीपीआई से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, LDF-നോ UDF-നോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട SDPI-ക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते, അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि पीएफआई, एसडीपीआई और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. वो केरल को पीएफआई, जमाते इस्लामी और एसडीपीआई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है, बीजेपी बचा सकता है. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും ഒക്കെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ LDF-ഉം UDF-ഉം ഒരുപോലെ എതിർത്തു. मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं है? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वक्फ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. आज मैं शार्प क्वेश्चन पूछना चाहता हूं पिनराई विजयन जी से कि एर्नाकुलम में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक्फ बोर्ड के नाम से
हड़प कर ली गई, उसको बचाने के लिए आपका क्या विचार है? ഞാൻ പിണറായി വിജയനോട് 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും 400 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി? ये दोनों दल यूडीएफ और एलडीएफ वो ये सब चीजों से केरल को सुरक्षित नहीं कर सकते. ഈ രണ്ട് മുന്നണികളും എൽഡിഎഫും യുഡിഎഫും ഇത്തരം നടപടികളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. क्योंकि इन्होंने एपिसमेंट को एज अ पॉलिसी एक्सेप्ट किया है. കാരണം ഇവർ പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം. क्योंकि जब आप एपिसमेंट को एज अ पॉलिसी एक्सेप्ट करते हो, आप किसी के साथ न्याय नहीं करते हो. കാരണം നിങ്ങൾ പ്രീണനം ഒരു നയമാക്കിയാൽ നിങ്ങൾക്ക് ഒരു ആർക്കും നീതി നൽകാൻ സാധ്യമാകില്ല. एक का एपिसमेंट करते ही दूसरे के साथ अन्याय होता है. ഒരാളോട് ചെയ്യുന്ന പ്രീണനം മറ്റൊരാൾക്ക് അന്യായമായി ഭവിക്കും. इसीलिए भारतीय जनता पार्टी का पॉलिसी है जस्टिस टू ऑल, एपिसमेंट टू नन. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന നയം സ്വീകരിച്ചത്. मित्रों, सुरक्षित केरलम का विचार ये भारतीय जनता पार्टी का पूरे केरल की जनता को सुरक्षित रखने के लिए. ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരക്ഷിത കേരളം എന്ന നയം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. मुझे बताइए, जो लोग, जो शासन सबरीमाला के खजाने की रक्षा न कर पाए, वो हमारी आस्था को बचा सकता है क्या? എന്നോട് പറയൂ, ഏതൊരാളുടെ ഭരണത്തിന് കീഴിലാണോ ശബരിമലയുടെ സ്വത്തുക്കൾ സുരക്ഷിതമല്ലാതിരിക്കുന്നത് അവർക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമോ? जरा जोर से बोलिए भाई, बचा सकते हैं क्या हमारी आस्था को? ഉറക്കെ പറയൂ, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമോ? सब लोग जोर से बोलिए, हमारी आस्था को बचा सकते हैं क्या? എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ. केरल की मूल आस्था का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है. കേരളത്തിൽ ആർക്കെങ്കിലും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है, वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है. पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസത്തിന്റെ, മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിലും അതിൽ ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. मैंने एफआईआर को देखा है. जिस प्रकार से एफआईआर ड्राफ्ट की गई है, उसी में ही दोषियों को बचाने का वायरस डाला हुआ है. ഞാൻ ആ എഫ്ഐആർ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ എടുത്തിട്ടിരിക്കുന്ന ആ എഫ്ഐആറിനകത്തു തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥയുമുണ്ട്. और आपके दो मंत्री ही जनमानस में, जनता की नजर में शंका के घेरे में है. നിങ്ങളുടെ രണ്ട് മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരോട് നിങ്ങൾക്ക് न्यूट्रल जांच, അവരോ എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता. യുഡിഎഫിനും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ साठ गांठ के पूरा मतलब प्रूफ जनता में वायरल हुए हैं. കാരണം അവരുടെ നേതാക്കന്മാരും പ്രതികളോടൊപ്പം നിൽക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. आज मैं भारतीय जनता पार्टी की ओर से, ये पूरे सम्मेलन की ओर से, चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि ये जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दें. ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? मित्रों, जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी, भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी, जन जागृति का काम करेगी.
നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീട് വീടാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം അഴിച്ചുവിടും. ये डेमोक्रेसी है विजयन साहब, यहां पर मनमानी नहीं चलती है. हम जनता को जागरूक कर कर आपके खिलाफ खड़ा कर देंगे. आपको न्यूट्रल जांच देनी ही पड़ेगी. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും, അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. मित्रों, ये हमारे विश्वास का, हमारी आस्था का संरक्षण नहीं कर सकते हैं. സുഹൃത്തുക്കളെ, ഇവർക്ക് നമ്മളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. और जब आप पूरे केरल को विकसित नहीं बना सकते हो, पूरे केरल को सुरक्षित नहीं बना सकते हो और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो, तो आपको फिर से चुनकर लाने के कोई कारण उपलब्ध नहीं है. पिनराई विजयन साहब, आपका जाने का समय आ गया है. പിണറായി വിജയനോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുഴുവൻ കേരളത്തെയും വികസിപ്പിക്കാൻ, മുഴുവൻ കേരളത്തെയും സുരക്ഷിതമാക്കാൻ, കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള അവസരമായിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരവും ഇനി കിട്ടില്ല. और मित्रों, मैं आज आप सबके माध्यम से केरल की जनता को स्पष्टता से बताने आया हूं, यूडीएफ और एलडीएफ ये जो कर रहे हैं वो नूरा कुश्ती है, नाटक. എല്ലാവരോടും നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് LDF-ഉം UDF-ഉം തമ്മിൽ നടത്തുന്നത് തട്ടിപ്പാണ്, നാടകമാണ്. कांग्रेस को जब भी बहुमत में कमी थी, पिछले 5 दशक से कम्युनिस्टों ने कांग्रेस का समर्थन किया है. കോൺഗ്രസിന് എപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ 50 വർഷമായി അവരെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. मित्रों, जब त्रिपुरा में उनको जरूरत थी तब भी कांग्रेस ने कम्युनिस्टों का समर्थन किया. ത്രിപുരയിൽ CPM-ന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചു. और ये तो केरल और बंगाल का चुनाव साथ में है. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ്, ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. वरना इस बार बंगाल में भी वो इलू इलू करने वाले थे. ബംഗാളിലും അവര് ഇന്ന് പ്രേമത്തിലാണ്, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. मगर मैं आज कह कर जाता हूं, बंगाल में कम्युनिस्ट भी जीरो है, कांग्रेस भी जीरो है. भारतीय जनता पार्टी वहां सरकार बनाने जा रही है. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബംഗാളിലും കോൺഗ്രസ് പൂജ്യമാണ്, CPM-ഉം പൂജ്യമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. मित्रों, ये 2024 2025 ये दोनों भारतीय जनता पार्टी के लिए बहुत सफल वर्ष रहे हैं. ഈ 2024-ഉം 2025-ഉം എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം വൻ വിജയത്തിന്റെ വർഷങ്ങളാണ്. 2024 में मध्य प्रदेश, राजस्थान, छत्तीसगढ़ में हमने फिर से विजय प्राप्त करी. 2024-ൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നാം വീണ്ടും അധികാരത്തിലെത്തി. 2024 में नरेंद्र मोदी जी तीसरी बार देश के प्रधानमंत्री बने. 24-ലാണ് മോദിജി മൂന്നാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. 2024 में ओडिशा में पहली बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार बनी. 2024-ൽ ഒഡീഷയിൽ ആദ്യമായി സമ്പൂർണ്ണ വിജയത്തോടുകൂടി BJP അധികാരത്തിലെത്തി. 2025 में हमने हरियाणा जीता, महाराष्ट्र जीता और 27 साल के बाद दिल्ली में भारतीय जनता पार्टी की सरकार बनी. 2025-ൽ നാം ഹരിയാന വിജയിച്ചു, മഹാരാഷ്ട്ര വിജയിച്ചു. 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഭരണത്തിൽ തിരിച്ചെത്തി. और 2025 में भी लगातार 5वीं बार एनडीए की सरकार बिहार में बनी. 2025-ൽ തുടർച്ചയായി 5ാമതും ബീഹാറിൽ NDA-യുടെ ഭരണം തിരിച്ചു വന്നു. ये 24 और 25 की हमारी जो विजय यात्रा है, इसको जारी रखने की जिम्मेदारी बंगाल और केरल की है. ഈ 25-ലെ വിജയയാത്ര 26-ലും തുടരാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അവസരം ബംഗാളിലും കേരളത്തിലുമാണ്. देश भर के कार्यकर्ता बंगाल और केरल के कार्यकर्ताओं से आस लगाकर बैठे हैं. ദേശത്തിലെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും ബംഗാളിലെയും കേരളത്തിലെയും പ്രവർത്തകർക്ക് പിന്തുണയുമായിട്ടുണ്ട്. मित्रों, मैं जानता हूं, जब मुझे समाचार मिला कि त्रिवेंद्रम में हम बहुमत प्राप्त करे हैं, देश भर के कई कार्यकर्ता
हर्ष के आंसू के साथ रोते हुए मेरे पास समाचार आए हैं। പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സന്തോഷം കണ്ണീരുകൊണ്ട് ആനന്ദാശ്രുവോടുകൂടി സന്തോഷിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. शायद उन्होंने कभी केरल नहीं देखा है, അവർ ഇന്നേവരെ ഒരുപക്ഷെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. मगर वो जानते हैं कि हमारे सैकड़ों कार्यकर्ताओं ने अपनी जान का बलिदान केरल में पार्टी को मजबूत करने के लिए दिया है. പക്ഷേ അവർക്കറിയാം കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. अब आप सोचिए, एक म्युनिसिपल कॉरपोरेशन जीतने से इतना आनंद होता है, तो मुख्यमंत्री जब भाजपा का बनेगा हमारे कार्यकर्ताओं का मन कैसा होगा. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ബിജെപിയുടെ മുഖ്യമന്ത്രി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന അന്തരീക്ഷം എന്തായിരിക്കും? ये चुनाव तक हम में से किसी को भी आराम का अधिकार नहीं है. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധികാരത്തിൽ തുടരാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മുടെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ അവസരമില്ല. हर गांव हर बूथ के अंदर भारत माता की तस्वीर, हमारे नेता नरेंद्र मोदी की तस्वीर और कमल का फूल लेकर जाना है. ഓരോ ബൂത്തിലും ഓരോ ഗ്രാമാന്തരങ്ങളിലും താമരയുമായും നമ്മുടെ മോദിജിയുടെ ചിത്രവുമായി നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലണം. और उनको विश्वास दिलाना है कि पूर्ण विकसित केरल भाजपा कर सकती है, एनडीए कर सकता है. അവർക്ക് നാം വിശ്വാസം ജനിപ്പിക്കണം. ബിജെപിക്ക് മാത്രമേ കേരളത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന്. सुरक्षित केरल भाजपा और एनडीए ही कर सकते हैं. സുരക്ഷിത കേരളം എൻഡിഎക്ക് മാത്രമേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. और हमारे आस्था का संरक्षण भी केवल और केवल भाजपा और एनडीए कर सकते हैं. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. मुझे विश्वास है हमारे प्रदेश अध्यक्ष राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर भारतीय जनता पार्टी की सरकार बनाएंगे. എനിക്കുറപ്പുണ്ട് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഈ 2024 എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. मुझे बताइए, आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या? നാം സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് പറയൂ. जरा जोर से जवाब दीजिए, करेंगे क्या? केरल में सरकार बनाएंगे क्या? കേരളത്തിൽ സർക്കാർ तो ഉണ്ടാക്കില്ലേ? मेरे साथ दोनों हाथ उठाइए, എല്ലാവരും കൈകൾ ഉയർത്തി, രണ്ട് കൈകളും. विजय के संकल्प की मुट्ठी भींच कर बोलिए, भारत माता की ജയ്, भारत माता की ജയ്, वंदे മാതരം, वंदे. മാതരം. आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन.